ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അതും റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ഗ്ലാസ് റവ എടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക. ഒരു ഗ്ലാസ് റവക്ക് ഒരു ഗ്ലാസ് വെള്ളം, അതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. എന്നിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക. റവ ഒന്ന് കുതിർന്നാൽ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പച്ചരിയും ഉഴുന്നൊക്കെ വെച്ചിട്ടാണല്ലോ ദോശ ഉണ്ടാക്കുക. ഇത് അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് റവ കൊണ്ട് സാധാ ഒരു പുളിദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ആ മിക്സിയിലേക്ക് ഒരു അരപകുതി സബോളയും അരപകുതി തക്കാളിയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിന് തൈരും ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. റവയിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ച കാരണം നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഈ മാവൊന്ന് നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ മറ്റേ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് വെക്കൂലേ, ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാരണമാണ് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഇത് നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടി കിട്ടും. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സാധാ ദോശയുടെ പോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടുക. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാം. 1 കപ്പ് റവയ്ക്ക് എനിക്ക് കിട്ടിയത് 5-6 ദോശയാണ്. നിങ്ങൾക്ക് എത്ര ആൾക്കാർ കൂടുതലുണ്ടോ അതിനനുസരിച്ച് മെഷർമെൻറ്റ് കൂട്ടാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. രാവിലെയൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് കമൻറ്റൊക്കെ തരണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.